എൻ്റെ മക്കളാണ് എൻ്റെ മോട്ടിവേഷൻ. അമ്മയ്ക്കും ഹെൽത്ത് ആൻഡ് ഫിറ്റ്നസ്സിലൊക്കെ ഇൻട്രസ്റ്റ് ഉള്ള ആളാണ്. 3 വർഷത്തോളം ഫിറ്ററിൽ ന്യൂട്രീഷൻ ആൻഡ് ഫിറ്റ്നസ് കോച്ചായി ജോലി ചെയ്തിട്ട് കഴിഞ്ഞ ഒരു വർഷം വേറെ ജോലിയിലേക്ക് മാറുകയായിരുന്നു. അങ്ങനെയാണ് ഹെൽത്ത് ആൻഡ് ഫിറ്റ്നസ് സ്ലോ ഡൗൺ ആയത്. രണ്ടുപേർക്കും ന്യൂട്രീഷനെ കുറിച്ചിട്ടും സ്ട്രെങ്ത്തിനെ കുറിച്ചിട്ടും ഒക്കെ അറിയാൻ ഭയങ്കര ഇൻട്രസ്റ്റാണ്. പറ്റുന്നത് പോലെയൊക്കെ ട്രൈ ചെയ്യാറുണ്ട്. അവരിടയ്ക്കൊക്കെ പറയും ദ പ്രൗഡ് ഓഫ് മീ എന്ന്. ഒരു വർഷം ഒന്ന് സ്ലോ ഡൗൺ ആയപ്പോൾ തന്നെ എനിക്ക് വ്യത്യാസം മനസ്സിലാവുന്നുണ്ട്. മുമ്പത്തെ അത്രയും സ്ട്രെങ്ത്ത് തോന്നുന്നില്ല. റീക്കവറിയും ഇച്ചിരി സ്ലോ ആയിട്ടുണ്ട്. എന്നാലും തിരിച്ചു പിടിക്കാവുന്നതേ ഉള്ളൂ. നടുവേദനയും മുട്ടുവേദനയൊക്കെ ദൂരെ തന്നെ നിൽക്കട്ടെ. 10 വർഷമാണ് ഒരു കാലിൽ സയാറ്റിക്ക പെയിനുമായി ഞാൻ കഷ്ടപ്പെട്ടത്. ആദ്യത്തെ പ്രഗ്നൻസി തൊട്ട് രണ്ടാമത്തെ കുട്ടി കുറച്ച് വലുതാകുന്നത് വരെ. നിങ്ങൾ അത്യാവശ്യം വെള്ളമൊക്കെ കുടിക്കുന്നില്ലേ? നമ്മുടെ നാടൻ ദോശ ചട്നി ഭയങ്കര ടേസ്റ്റാണ്. ഇന്ന് ബോയിൽഡ് എഗ് എടുത്തു. കാരണം ഇതിലും കുറച്ച് തേങ്ങ ഉണ്ട്, അതിലും ഉണ്ട്. അപ്പോൾ ഇപ്പോൾ ഞാൻ കുറച്ചുകൂടെ ഒന്ന് ശ്രദ്ധിക്കാൻ തുടങ്ങിയ സ്ഥിതിക്ക് എഗ്ഗിൻ്റെ ഓയിൽ ഒഴിവാക്കാൻ വേണ്ടി ബോയിൽഡ് എഗ്ഗാണ് എടുക്കുന്നത്. ഓക്കെ, ഇന്ന് ചിക്കൻ കറി ഉണ്ട്, വൈറ്റ് റൈസ് ഉണ്ട്, കുറച്ച് വെജിറ്റബിൾസും ഉണ്ട്. ഉള്ളിയും ടൊമാറ്റോയും കൂടിയ ഗ്രേവിയാണ്. കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ടിട്ടുണ്ട്. വേറെ ക്രീം, തേങ്ങാപ്പാൽ അതൊന്നും ഇല്ല. അത്യാവശ്യം ടേസ്റ്റിയാണ്. എന്തെങ്കിലും സ്നാക്ക് കഴിക്കുന്നതിന് പകരം കുറച്ച് ഗുണമുള്ള സാധനം കഴിക്കാമെന്ന് വെച്ചു. ഡിന്നറിന് ഒരു റൊട്ടി, ചിക്കൻ്റെ കുറച്ച് പീസസ്, ഇച്ചിരി ചീസ് ഇട്ടു, നമ്മുടെ നാടൻ സാലഡ്, നല്ല കറുമുറ, വെരി ഫ്ലേവർഫുൾ, നല്ല എരിവും പുളിയുപ്പും ഒക്കെ ഉള്ള സാലഡാണ്. അതിൻ്റെ ജ്യൂസ് കുടിക്കാൻ മാത്രം ഒരാൾ കാത്തിരിക്കുന്നുണ്ടാവും. എൻ്റെ മോനാണത്. ഇന്നത്തെ സ്റ്റെപ്സും തിരക്കേടില്ലായിരുന്നു. എക്സസൈസും എല്ലാം ചെയ്തു, വെള്ളവും കുടിച്ചു.